കൊച്ചിയിലെ വായു മലിനീകരണ തോത് ഉയരുന്നു. വായു ഗുണനിലവാര സൂചിക 153 പുലർച്ചെ 5:30 രേഖപ്പെടുത്തിയത്. ഏലൂർ, ഇടയാർ, കരിമുകൾ, അമ്പലമുകൾ തുടങ്ങിയ വ്യവസായ മേഖലകളിലാണ് വായു മലിനീകരണം രൂക്ഷമായത്. വായു ഗുണനിലവാര സൂചിക കൊച്ചി നഗരത്തിന്റെ പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് വെറും കണക്കിലെ കളിയല്ല, ആരോഗ്യ വിഷയം കൂടിയാണ്. വായു ഗുണനിലവാരം 50 എന്നതാണ് ഏറ്റവും മെച്ചപ്പെട്ട നില. അത് ഉയരുംതോറും മോശം അവസ്ഥയാണ് കാണിക്കുന്നത്. 100 മുകളിലായാൽ അത് അനാരോഗ്യകരം എന്ന ഗൗരവതരമായ അവസ്ഥയാണെന്ന് ഓർക്കുക. ഇന്ന് പുലർച്ചെ 5:30 രേഖപ്പെടുത്തിയ തോതാണിത്. 8 മണിയോടെ 153 എന്നത് 155 ഉയർന്നു. 10 മണിയോടെ 100 താഴെയെത്തിയെങ്കിലും വൈകുന്നേരങ്ങളിലും പുലർകാലങ്ങളിലും ഇത് വീണ്ടും ഉയരുകയാണ്. ശ്വസന സംബന്ധമായ അസുഖങ്ങളുള്ളവരും ഗർഭിണികളെയും മറ്റു രോഗികളെയും ചെറിയ രീതിയിലെങ്കിലും ഈ അന്തരീക്ഷം പ്രതികൂലമായി ബാധിച്ചേക്കും. ഏലൂർ, എടയാർ, കരിമുകൾ, അമ്പലമുകൾ തുടങ്ങിയ വ്യാവസായിക മേഖലകളിലാണ് വായു മലിനീകരണം രൂക്ഷമാകുന്നത്. എറണാകുളം നഗരത്തിലും സാഹചര്യം വിഭിന്നമല്ല. അതിന് ഏലൂരിൻ്റെ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയും. രാസമാലിന്യങ്ങൾ വായുവിലൂടെ പുറത്തേക്ക് വിടുന്നുണ്ടെന്നുള്ളത് പഠനം കണ്ടെത്തുകയും ഇവിടെ എല്ലാം തന്നെ ബയോ ഫിൽറ്ററുകൾ സ്ഥാപിക്കണമെന്നും 6 മാസത്തിനുള്ളിൽ നടപ്പാക്കണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാനോ അത് മലിനീകരണ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനോ കമ്പനികൾ തയ്യാറായിട്ടില്ല. വായു ഗുണനിലവാരം കുറയുന്നതും ഡിസംബറിന്റെ തണുപ്പും ഒരുമിച്ചായതോടെ രാവിലെയും വൈകുന്നേരവും പുകമഞ്ഞിന് സമാനമായ സാഹചര്യമാണുള്ളത്. അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ചതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. മോസ്നാസോ, മീഡിയ 1, കൊച്ചി.